ഹായ് സുഖല്ലേ? നല്ല മഴക്കാലല്ലേ? ചായയുടെ കൂടെ അങ്ങനെ കറുമുറാന്ന് കുറിക്കാൻ നമുക്ക് പഴയ കാലം ഒരു ബ്രാഹ്മിൻ പലഹാരം ഉണ്ടാക്കാട്ടുള്ളൂ, മുത്തുശരം. നിങ്ങൾ ഇങ്ങനെ മുറുക്ക് ഉണ്ടാക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യോട്ടുള്ളൂ. ഇതാ അതിനുവേണ്ടി 2 കപ്പ് ഇടിയപ്പത്തിനൊക്കെ എടുക്കണ അരിപ്പൊടി, പിന്നെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഒരു 1/4 സ്പൂണ്, ഇത് വലിയ സ്പൂണായ കാരണമാണ് കേട്ടോ, ചെറിയ സ്പൂണാണെങ്കിൽ ഒരു 1/4 സ്പൂണ് കായപ്പൊടി, കുറച്ച് ഉപ്പും കൂടി വെറും പച്ചവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ വെച്ചോളൂ. ബാക്കിയാവുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് കലങ്ങി കുതിർന്നിരിക്കട്ടെ. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് വറുത്തെടുക്കണം. അങ്ങനെ ചുമക്ക വറുക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് പൊടിയാനായിട്ട് നന്നായിട്ടൊന്ന് ചൂടായി എടുത്താൽ മതി. പിന്നെ അതേ അളവ് 1/4 കപ്പിൽ ചെറുപയറിൻ്റെ പരിപ്പും വേണം. അതും ഇതതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ബ്രൗൺ ആയിട്ടൊന്നും വറുക്കണ്ട. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ പൊട്ടുകടല. നമ്മൾ പൊരികടലല്ലേ ചട്നിക്കൊക്കെ അരിക്കണത്, പൊരികടല കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചീഞ്ചട്ടിയിൽ ഇടുമ്പോഴേക്കും അതാവും കേട്ടോ, ചൂട് ചീഞ്ചട്ടിയിൽ. പിന്നെ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഇതും കൂടി ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് നമ്മൾ അതുപോലെ ഈ 4 പരിപ്പും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിയണം കേട്ടോ. ഫൈനായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടും, നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതുപോലെ നല്ല തരിയില്ലാതെ പൊടിച്ചെടുത്തോളൂ. അഥവാ തരി ഉണ്ടെങ്കിൽ ഒന്ന് ചല്ലടയിൽ ഒന്ന് ചലിച്ചിട്ട് പിന്നെയും പൊടിച്ചാലും മതി, പക്ഷേ ആവശ്യമേ വരില്ല. അല്ലാണ്ട് തന്നെ ഇത് നന്നായി പൊടിയും. നോക്കൂ, ഇനി നമുക്കിതൊരു നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് നല്ല തല തട്ടിയിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ഈ എല്ലാ പരിപ്പും കൂടി പൊടിച്ച പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നല്ലോണം ഒരു കഷ്ണം വലിയ ബട്ടർ ഇട്ടോളൂ കേട്ടോ. ബട്ടർ വേണം ഇതിന്. അപ്പോൾ ഈ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കായും ഉപ്പും കൂടി ചേർത്തി കലക്കി വെച്ചിട്ടില്ലേ, ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർത്തി കൊടുക്കാനുണ്ട്. ഒരു 1/4 സ്പൂൺ ഓമം, പിന്നെ അയമോദകം കേട്ടോ, പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ കറുത്ത എള്ള്, വെളുത്തുള്ളായാലും കുഴപ്പമില്ല, അത് 3 വേണം. ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്തിട്ട്, നമുക്കറിയാലോ മുറുക്കിനൊക്കെ കുഴക്കണ മാതിരി. അപ്പോൾ ഇതിന് മുത്തുശരം മുത്തുസരം പിന്നെന്താ പറയുക, തേൻകുഴലിനും മുള്ളുമുറുക്ക് എന്നൊക്കെ പേരുണ്ട്. മുള്ളുമുറുക്ക് എന്ന് അധികം എല്ലാവരും പറയും കേട്ടോ. അപ്പോൾ പഴയ കാലത്ത് പറയുന്ന പേരാണ് മുത്തുശരം, ശരുമല്ല മുത്തുസരം കേട്ടോ. അപ്പോൾ നല്ല പണ്ട് കല്യാണങ്ങൾക്കും പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും ദീപാവലിക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പലഹാരമാണ്. നല്ല ഹെൽത്തിയാണ്, നാടൻ മുറുക്കിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിന് നമുക്കിതിനെ കുഴച്ചെടുക്കണം. ചിലവർ വെറും കടലമാവോ അരിയും കൂടിയിട്ട് എള്ളും ഇതൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യും. പക്ഷെ അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും വളരെ വ്യത്യാസമാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓലപ്പൊക്കോടയുടെ ടേസ്റ്റാട്ടോ വരിക. അപ്പോൾ ഇതുപോലെ പരിപ്പുകളുടെ അളവെടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി സേവാനാഴി എടുത്തിട്ട് അതിൽ മുറുക്കിൻ്റെ ചില്ലിട്ടോളൂ. എന്നിട്ട് ഇത് നമുക്ക് പീച്ചെടുക്കാം. അപ്പോൾ ഇത് മുറുക്ക് പോലെയും നമുക്ക് പീച്ചെടുക്കാം. കുറച്ച് സമയം എടുക്കും അതിന്. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചുറ്റി വെക്കാനുള്ള സമയം എടുക്കും. പക്ഷേ ഈ മാവ് കൊണ്ട് ഈസിലി നമുക്ക് മുറുക്ക് ചുറ്റിയെടുക്കാനും പറ്റും. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി 3 എണ്ണമാണ് മുറുക്കായിട്ട് ചുറ്റിയെടുക്കണം. ബാക്കി നേരെ ഇങ്ങനെ നമ്മളുടെ നീളത്തിൽ മുറുക്ക് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിയെടുക്കാതെ അല്ലാണ്ട് മുറുക്കായിട്ട് ഞാൻ വെറുതെ പീച്ച് എണ്ണയിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ. ഈ മാവ് കൊണ്ട് നമുക്ക് 2 ടൈപ്പും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 3 മുറുക്ക് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറക്കില്ലാലോ, ഹൈപ്പും ചെയ്യണേ, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 3 മുറുക്ക് ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരെ എണ്ണയിലേക്ക് ഇത് അതുപോലെ പീച്ചി കൊടുക്കണം. ഇതിങ്ങനെ തൊടുമ്പോഴേക്കും പൊട്ടി വരും. ബട്ടർ ചേർക്കിയ കാരണം ഒരു പ്രത്യേക ടേസ്റ്റും മണവുമാണ് ഇതിന്, നല്ല കുറുകുറൂന്നിരിക്കും. അപ്പോൾ മഴക്കാലത്ത് ഒരു ഡബ്ബയൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ, ചായയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളുടെ മുറുക്കൊക്കെ ഞാനിപ്പോൾ ഇതുപോലെ കോരി മാറ്റിയിട്ടുണ്ട്. മുത്തു പോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കണ കാരണമാണ് ഇതിന് മുത്തുശരം എന്ന് പേരെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്ത് അതിലേക്ക് ഇട്ടോളൂ. ഇത് കിരികിരീന്ന് ശബ്ദം കേൾക്കണമുണ്ടോ, നല്ല ക്രിസ്പിയാണ് നമ്മളുടെ മുറുക്ക്. തൊടുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടി വരും, വായിലിടുമ്പോഴേക്കും അങ്ങനെ നല്ല രസമാണ് ചായയുടെ കൂടെ മഴക്കാലത്തൊക്കെ കഴിക്കാൻ. അപ്പോൾ ദീപാവലിക്കും പ്രസവത്തിന് പോകുമ്പോൾ കല്യാണത്തിന് പോകുമ്പോഴൊക്കെയാണ് അത്ര ഇത് പണ്ട് നല്ലോണം ഉണ്ടാക്കി വെക്കുക, കുറേ ദിവസം കേടുവരാതിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യൂ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടുള്ളൂ. ഓക്കെ, ബൈ.